നമസ്കാരം പ്രിയപ്പെട്ടവരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അണ്ടറിലായിക്കൊണ്ട് അഗ്നിവീർ വായു എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏകദേശം 2500ഓളം ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ചെറിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു ജോലി അവസരമാണിത്. ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഏകദേശം 30,000 രൂപയാണ് മാസ സാലറി ആയിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി ആഗ്രഹിക്കുന്ന ചെറിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണിത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലായിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ അണ്ടറിലായിക്കൊണ്ട് അഗ്നിവീർ വായു എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ 2500ഓളം ജോബ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. 30,000 രൂപയാണ് മാസ സാലറി ആയിട്ട് പറയുന്നത്. ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതായത് 3/2004 3/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി SC ST OBC PWD വിഭാഗത്തിനൊക്കെ ഏജിന്റെ കാര്യത്തിൽ ഏജ് റിലാക്സേഷൻ ഈ ഒരു ജോലിക്കു ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് സയൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻസും രണ്ടാമത് സയൻസ് ഇതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻസുമാണ് പറയുന്നത്. സയൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയിലേക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് പാസ്ഡ് ഇന്റർമീഡിയറ്റ് ഓർ ഈക്വലന്റ് എക്സാമിനേഷൻ വിത്ത് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ്. അതായത് സയൻസ് വിഷയങ്ങളിലുള്ള +2 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം എന്നതാണ്. അത് അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ പാസ്ഡ് ഇൻ 2 years വെക്കേഷണൽ കോഴ്സ്, അതായത് 2 വർഷത്തെ വെക്കേഷണൽ കോഴ്സ് 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം എന്നതാണ് സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. ഇനി പറയുന്നത് other than സയൻസ് സബ്ജക്റ്റ്, അതായത് സയൻസ് ഇതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് പറയുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ +2 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തെ വെക്കേഷണൽ കോഴ്സ് 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം എന്നിങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ. ഈ ഒരു ജോലിയിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീ ആയിട്ട് 550 രൂപ പ്ലസ് GST ആണ് ഈ ഒരു ജോലിയിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് 2024 ജൂലൈ 28 മുമ്പായിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള agnipathvayu.cdac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയായിട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ധാരാളം ജോലി അവസരങ്ങളുള്ള ഒരു വേക്കൻസി ആണിത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.